നമസ്തേ. നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലെ ഒരു വലിയ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പലപ്പോഴും ഭക്തിയിലൂടെ മാത്രം കാണുന്നു. പക്ഷേ മഹർഷിമാർ അദ്ദേഹത്തെ കണ്ടത് കോസ്മിക് അവതാരമായാണ്. അവതാരങ്ങളും സോഡിയാക് ഏജസും മനുഷ്യരാശി ഒരു വലിയ കോസ്മിക് സമയചക്രത്തിലൂടെ സഞ്ചരിക്കുന്നു. ഏകദേശം ഓരോ 2000 വർഷത്തിലൊരിക്കൽ മനുഷ്യബോധം പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഘട്ടങ്ങളെയാണ് സോഡിയാക് ഏജസ് എന്ന് വിളിക്കുന്നത്. ഓരോ യുഗത്തിലും ഒരു മഹാ അവതാരം മനുഷ്യബോധത്തെ ഉയർത്താനായി വരുന്നു. ഋഷഭ, ടൗറസ് യുഗവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആത്മീയ പാരമ്പര്യപ്രകാരം ശ്രീകൃഷ്ണൻ അവതരിച്ചത് ടൗറസ് ഏജ് വൃഷഭ യുഗത്തിലാണ്. പശുവാണ് ഈ ചിഹ്നം. അതുകൊണ്ടാണ് കൃഷ്ണനും പശുവും വേർപിരിയാത്തത്. ഇത് കർഷക ജീവിതത്തിൻ്റെ കഥയല്ല, ഇത് ഒരു ആത്മീയമായ പ്രതീകമാണ്. പശു സൂചിപ്പിക്കുന്നത് സമൃദ്ധി, പോഷണം, ജീവശക്തി, പ്രകൃതിയോടുള്ള ഐക്യം. അതുപോലെ ഗോപികമാരും ആത്മീയമായ അർത്ഥവും എന്താണെന്ന് നോക്കാം. കൃഷ്ണൻ്റെ ശിഷ്യന്മാരെ ഗോപികകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഗോപി എന്നത് വെറും പാലെടുക്കുന്ന സ്ത്രീകൾ എന്ന അർത്ഥത്തിലല്ല. ആത്മീയമായി ഇന്ദ്രിയങ്ങൾ, സംരക്ഷിക്കുന്നവൾ അഥവാ ഇന്ദ്രിയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച ആത്മാക്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഗോപിക ഭക്തി എന്നത് ആത്മാവ് ദൈവത്തോട് ലയിക്കുന്നതാണ്. കൃഷ്ണനും സെക്ഷൽ എനർജി മിസ്റ്ററിയും എന്താണെന്ന് നോക്കാം. ഇവിടെ വളരെ ആഴമുള്ള ഒരു സത്യമുണ്ട്. ശ്രീകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് സെക്ഷൽ എനർജിയുടെ നിയന്ത്രണം. യോഗശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ഊർജം, അതായത് ജനനശക്തി, ക്രിയേറ്റീവ് എനർജിയാണ്. ഈ ഊർജം 2 വഴികളിൽ കൂടെ ഉപയോഗിക്കാം. ഒന്ന് ഭൗതിക ആസ്വാദനം, അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതി. കൃഷ്ണൻ പഠിപ്പിച്ചത് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, അതായത് പരിവർത്തനത്തിൻ്റെ പാത. സെക്ഷൽ എനർജി ടു ദ സ്പിരിച്വൽ എനർജി. ഇതാണ് യോഗത്തിലെ മഹാരഹസ്യം. ബ്രഹ്മചര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മചര്യം പലരും തെറ്റായി മനസ്സിലാക്കുന്നു. അത് റിപ്രഷൻ അല്ല. വാക്ക് വിഭജിച്ചാൽ ബ്രഹ്മൻ, ദൈവബോധം, ആചാര്യ, പ്രായോഗികമായി ജീവിക്കുന്നത്. അതിനാൽ ബ്രഹ്മചര്യം എന്നത് ദൈവബോധത്തിൽ ജീവിക്കുന്ന ജീവിതമെന്നാണ്. ഊർജം പാഴാക്കാതെ അത് ബോധമായി മാറ്റുക. സ്കോർപിയോ ബന്ധത്തെക്കുറിച്ച് നോക്കാം. സ്കോർപിയോ ബന്ധം, ട്രാൻസ്ഫോർമേഷൻ. സ്കോർപിയോ രാശി സൂചിപ്പിക്കുന്നത് പരിവർത്തനം, ആന്തരിക ശക്തി, പുനർജനനം. അതുകൊണ്ട് കൃഷ്ണതത്വം പറയുന്നു, ഇന്ദ്രിയ ശക്തി ഉയർന്ന് ആത്മശക്തിയിലേക്ക് ഉയരുന്നു. ഇതാണ് ഗോഡ് റിയലൈസേഷൻ്റെ വഴി. ശ്രീകൃഷ്ണൻ്റെ ജീവിതം ചരിത്ര കഥയല്ല, അത് മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു യാത്രയാണ്. പശു, ഗോപികമാർ, ലീലകൾ എല്ലാം ആത്മീയമായ പ്രതീകങ്ങളാണ്.
അവയുടെ സന്ദേശം ഊർജത്തെ നിയന്ത്രിക്കുക, ബോധമുയർത്തുക, ദൈവത്തോടൊന്നാകുക. വൃഷഭയുഗവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണൻ്റെ ആത്മീയ പ്രതീകാത്മക അർത്ഥവും സൃഷ്ടി ശക്തിയെ ആത്മീയ ഊർജമായി പരിവർത്തനം ചെയ്യുന്നതിൻ്റെ യോഗശാസ്ത്രത്തിൻ്റെ രഹസ്യം മഹാ ആത്മാ ചവാക്കോക്സുയിൽ അറിഞ്ഞിരിക്കുന്നു.